ബൽറാം, ഈ വിമാനാപകടത്തിൽ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതേപോലെ തന്നെ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. ഈ 19 പേരുണ്ടായിരുന്നതിൽ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ ഇപ്പോൾ? ക്രിസ്റ്റീന, 19 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ വിമാനത്തിലെ ജീവനക്കാരാണ്. അതിൽ ഒരാൾ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പൊക്രയിലേക്ക് പറന്നുയർന്ന വിമാനമാണ്. ഈ പറന്നുയരുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറുകയും തുടർന്ന് തകരുകയും തീപിടിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഈ ഒരു തിരച്ചിലാണ് 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട്. ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ്, CGR ജെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാഠ്മണ്ഡുവിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് പൊക്ര. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവരിൽ നേപ്പാൾ സ്വദേശികൾ തന്നെയാണോ അല്ലെങ്കിൽ ഇന്ത്യക്കാരടക്കം പുറമേ നിന്നുള്ള ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിച്ച മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.